ബഹുമാനപ്പെട്ട സർ, പരോശ് സ്വന്തമാക്കണമെന്ന അതിയായ ആഗ്രഹം ഇപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളില് ആഴത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കാണാം, എത്ര ശക്തിയുണ്ട്. ബാജുവിന്റെ ശക്തി ഹൃദയത്തിലുണ്ട്. 111 ഇന്ത്യ വളരെ മോശമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോയിരുന്നു. എല്ലായിടത്തും നിരാശയുടെ മേഘങ്ങളെ കറങ്ങി നിൽക്കുകയായിരുന്നു. അടിമത്തത്തിന്റെ കാരണം ഒരു വശത്ത് രാജ്യത്തെ അരാജകതയുടെ അന്തരീക്ഷം ഉണ്ടായിരുന്നു, മറുവശത്ത് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി മോശമായിരുന്നു. ആ വർഷം പല കാര്യങ്ങളും സംഭവിച്ചു. ഉദാഹരണത്തിന് ഡൽഹി ലാഹോർ ഗൂഢാലോചന കേസ് നടന്നു. അതിനെ വൈസ്രോയ് ഹാർഡിംഗ് ബോംബ് കേസ് എന്നും അറിയപ്പെടുന്നു. രണ്ടാമതായി, ആ വർഷം നെഹ്റു വിദേശത്ത് നിന്ന് പഠിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങി. മൂന്നാമതായി, ആ വർഷം നടന്ന ഏറ്റവും വലിയ സംഭവമായത് ലാഹോറിൽ ഒരു ഹിന്ദി പ്രസിദ്ധീകരണ ഹൗസിന്റെ ഉദയവും വൈദിക മതത്തിൽ ആസ്വാദനമുള്ള ഒരു അമരമായ എഴുത്തുകാരന്റെ രചനയുമായിരുന്നു. പക്ഷേ ആദ്യം പ്രസിദ്ധീകരണ ഹൗസിനെ കുറിച്ചാണ് പറയേണ്ടത്. കാരണം അതില്ലാതെ ആ മഹാനായ എഴുത്തുകാരൻ അപൂർണനാണ്. എഴുത്തുകാരനില്ലാതെ പ്രസിദ്ധീകരണത്തിനും അർത്ഥമില്ല. ഈ പ്രസിദ്ധീകരണവും എഴുത്തുകാരനും ഹിന്ദുക്കൾക്ക് അവരുടെ സ്വന്തം ഒരു ശബ്ദം ലഭിക്കാൻ കാരണമായിരുന്നു. ഭാരതത്തിന്റെ രാഷ്ട്രീയവും ഹിന്ദുക്കളുടെ ചിന്താഗതിയും തന്നെ മാറിപ്പോയിരുന്നു. എന്തായിരുന്നു ഈ മുഴുവൻ സംഭവത്തിന്റെ പിന്നിൽ? വിശദമായി മനസ്സിലാക്കാം. പ്രസിദ്ധീകരണ ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു പുസ്തകം എങ്ങനെ ഇന്ത്യയിൽ നിന്ന് അറബ് രാജ്യങ്ങളിലേക്കുള്ള മുസ്ലിംകളെ പോലും ഉല്ലാസിപ്പിച്ചു എന്നത്. നമസ്കാരം, ഞാൻ ഹർപ്രീത് തോറാണ്. വർഷം 1190-12. ആ സമയത്ത് പഞ്ചാബിൽ ഹിന്ദി ഭാഷയുടെ പ്രചാരം വളരെ കുറവായിരുന്നു. ഹിന്ദി പ്രസാധകരും വളരെ അപൂർവമായിരുന്നു. അപ്പോ സമൂഹത്തിൽ മുന്നേറ്റം നടത്തിയ ഒരു നേതാവായ മഹാശയ രാജ്പാൽജി ഒരു പ്രസിദ്ധീകരണ ഹൗസ് ആരംഭിച്ചു. അതിനൊരു പേര് നൽകി, രാഷ്ട്രപാലൻ സൻസ്. നിങ്ങൾ ഈ പേര് പലതവണ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഡൽഹിയിലെ കശ്മീരി ഗേറ്റ് പ്രദേശത്താണ് ഇതിന്റെ ഓഫീസ്. എന്നാൽ നാം സംസാരിക്കുന്നത് ഇന്നു മുതൽ 100 വർഷം മുമ്പത്തെ കാലത്തെ കുറിച്ചാണ്. അപ്പൊ ഈ പ്രസിദ്ധീകരണം സാമൂഹിക, രാഷ്ട്രീയ, മതവിഷയങ്ങളിലെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. ഒരു ഭയമില്ലാത്ത പ്രസാധകനായി ഒരിക്കലും ഏതെങ്കിലും വിഷയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രമിച്ചിട്ടില്ല. കുടുംബ നിയന്ത്രണത്തെക്കുറിച്ച് ഇന്ത്യയിൽ ആദ്യമായി പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളിൽ ഒന്നായ സന്താന സംഖ്യയുടെ പരിധി പ്രസിദ്ധീകരിച്ച് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. പക്ഷെ കഥ ഇത്രയും മാത്രമല്ല. പ്രസാധനത്തിന് തുറന്ന് 8 വർഷം കഴിഞ്ഞിരുന്നു. ആ കാലത്ത് അജ്ഞാതരായ എഴുത്തുകാരും പ്രസാധകരും പ്രസിദ്ധീകരിച്ച 3 പുസ്തകങ്ങൾ വിപണിയിലെത്തി. അവയിൽ ഒന്നിന്റെ പേര് കൃഷ്ണ നിന്റെ ഗീത ജലാനി പടകി എന്നായിരുന്നു. രണ്ടാമത്തേത് ആര്യസമാജത്തിന്റെ സ്ഥാപകനായ മഹർഷി ദയാനന്ദജിയെ കുറിച്ചായിരുന്നു. അതിന് പേരിട്ടത് 19-ാം നൂറ്റാണ്ടിന്റെ ലംബട്ട് മഹർഷി എന്നാണ്. മൂന്നാമത്തേത് സീതാമാതാവിനെ കുറിച്ചായിരുന്നു. അതിന് പേരിട്ടത് സീതയുടെ ചിനാല എന്നാണ്. ഇന്ത്യയിലെ എല്ലാ മസ്ജിദുകളിലൂടെയും ഈ പുസ്തകങ്ങൾ 2 മുതൽ 3 വർഷം വരെ സ്വതന്ത്രമായി വിതരണം ചെയ്തു. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചതിന്റെ കാരണം ഇതായിരുന്നു. സ്വാമി ശ്രദ്ധാനന്ദജിയുടെ നേതൃത്വത്തിൽ നടന്ന ശുദ്ധി പ്രസ്ഥാനം, വലിയ തോതിൽ ഘർവാപ്പസി എന്ന പ്രചാരണവും വലിയ എണ്ണത്തിലെ ആര്യസമാജത്തിന്റെ ആശയധാരയിൽ നിന്ന് പ്രചോദനം നേടിയ മുസ്ലിങ്ങൾ ഹിന്ദുക്കളായി തിരിച്ചു വന്നതും ഇതെല്ലാം കാരണം ചില മുസ്ലിം വിഭാഗങ്ങൾ ഈ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച് ഹിന്ദുമതത്തെയും ആര്യസമാജത്തെയും അപകീർത്തിപ്പെടുത്താനും അവയെ മാറ്റിമറിക്കാനും ശ്രമിച്ചു. ഈ പുസ്തകങ്ങൾ അത്യന്തം ദുഷ്ടമായവയായിരുന്നു. അവയിൽ ഹിന്ദു ദേവദേവികളെ അപമാനിക്കുന്നതും ഭയാനകമായ ചിത്രങ്ങളും രേഖാചിത്രങ്ങളും, ഭഗവാൻ കൃഷ്ണൻ, മഹർഷി ദയാനന്ദ സരസ്വതി, മാതാ സീത എന്നിവരുടെ അപകീർത്തിപ്പെടുത്തലും വിവിധ തരത്തിലുള്ള കഥാപാത്ര ഹനനവും ഉൾപ്പെടുത്തിയിരുന്നു. അന്ന് പഞ്ചാബിലെ ഹിന്ദുക്കൾക്കിടയിൽ വലിയ കോപം ഉണ്ടായിരുന്നു. പക്ഷെ മറുപടി പറയാൻ ആരും തയ്യാറായിരുന്നില്ല. അതിന് മറുപടിയായി ഒരു പണ്ഡിതനായ ചാമുപതി തന്റെ കലമെടുത്തു, ഖുരാൻ ഹദീസ് വായിച്ചു, മുഹമ്മദ് നബിയുടെ കഥാപാത്രത്തെ കുറിച്ചൊരു പുസ്തകം എഴുതി. അതിന് റംഗീല റസൂൽ എന്ന് പേരിട്ടു. ഈ പുസ്തകത്തില് മുഹമ്മദ് നബിയുടെ സ്റ്റാർ ജീവിതത്തെ കുറിച്ച് സംസാരിച്ചിരുന്നു. പക്ഷേ താൻ തന്റെ പേരിൽ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ചാമുപതി ആഗ്രഹിച്ചില്ല. പക്ഷെ പ്രസിദ്ധീകരിക്കാൻ ഒരുവൻ പോലും തയ്യാറായിരുന്നില്ല. അപ്പോൾ അപ്രതീക്ഷിതമായി ഒരു പുതിയ പ്രസാധകനായ മഹാശയ രാജ്പാൽ ചാമുപതിക്ക് അജ്ഞാതത്വം ഉറപ്പു നൽകി. പുസ്തകത്തിൽ എഴുത്തുകാരന്റെ പേരിന് പകരം പാലിന്റെ പാലും വെള്ളത്തിന്റെ വെള്ളവും എന്ന പേര് നൽകി. എന്നാൽ തന്റെ പേര് മറച്ചുവെച്ചില്ല, തന്റെ പേര് വിലാസം ഒളിപ്പിച്ചില്ല. അവകാശപ്പെട്ടതുപോലെ പുസ്തകം പ്രസിദ്ധീകരിച്ച ഉടനെ വലിയ കലാപം ഉണ്ടായി. രാജ്പാൽജിക്ക് വലിയ സമ്മർദ്ദം നേരിടേണ്ടി വന്നു. എഴുത്തുകാരൻ ആരാണെന്ന് പറയണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷെ അദ്ദേഹം തന്റെ വാഗ്ദാനം ലംഘിച്ചില്ല. അതിനാൽ രാജ്പാൽജി തന്നെ കോപത്തിന്റെ ലക്ഷ്യമായി അദ്ദേഹത്തെ കൊലപ്പെടുത്തി.
ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ രാജ്പാൽജി എപ്പിസോഡില് ഈ സംഭവത്തെക്കുറിച്ച് മുഴുവൻ വിശദീകരിച്ചിരുന്നു. വിവരണത്തിൽ ലിങ്ക് നൽകുന്നുണ്ട്. ആ ചരിത്രവും നിങ്ങൾ കേൾക്കൂ. എന്നാൽ ഇന്ന് പറയാനുള്ളത് പണ്ഡിറ്റ് ചമുപതിജിയുടേതാണ്. അവരുടെ കലത്തിൽ നിന്നാണ് രംഗീല റസൂൽ എഴുതപ്പെട്ടത്. പണ്ഡിറ്റ് ചമുപതിജിയുടെ ജനനം 1993 ഫെബ്രുവരി 15 ബഹാവൽപൂരിലെ ഖൈർപൂർ രാമേവാലയിലായിരുന്നു. ബഹാവൽപൂര് ഇപ്പൊ പാകിസ്ഥാനിലാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ചമ്പത് റായ് ആയിരുന്നു. അവരുടെ പിതാവിന്റെ പേര് ബസന്താരാം മേഹ്ത ആയിരുന്നു. മാതാവിന്റെ പേര് ഉത്തമി ദേവി. ആ കാലഘട്ടത്തില് ആരെങ്കിലും MA ഡിഗ്രി നേടുകയാണെങ്കിൽ അവരുടെ പേര് എല്ലായിടത്തും പ്രചരിച്ചിരുന്നു. ചമ്പത് റായ് മെട്രിക് വരെ പഠിച്ചത് ഉറുദുവും ഇംഗ്ലീഷും ഭാഷകളിലായിരുന്നു. പിന്നീട് ബഹാവൽപൂരിലെ ജേർട്ടൻ കോളേജിൽ നിന്ന് ഉറുദു, ഫാർസി, ഇംഗ്ലീഷ് ഭാഷകളിൽ BA നേടി. ഇതുവരെ ചമുപതിജിക്ക് ഹിന്ദി അറിയില്ലായിരുന്നു. താനൊരു നാസ്തികനാണെന്ന് അവരേത് പറയുമായിരുന്നു. മതത്തിലും ദൈവത്തിലും താല്പര്യമില്ലായിരുന്നു. പക്ഷേ ആര്യ സമാജ് പ്രസ്ഥാനവും മഹർഷി ദയാനന്ദജിയുടെ ആശയങ്ങളും കണ്ടപ്പോ അതിന് പ്രഭാവിതനായി സംസ്കൃതത്തിലെ MA ചെയ്യാൻ തീരുമാനിച്ചു. പരീക്ഷയിൽ വിജയിച്ച് പ്രശംസനീയമായ ഒരു മാതൃകയും അവതരിപ്പിച്ചു. ഇനി ആര്യ സമാജിന്റെ പ്രവർത്തനങ്ങളിൽ താല്പര്യം കാണിക്കാൻ തുടങ്ങി. 1919 പണ്ഡിറ്റ് ജി മഹർഷി ദയാനന്ദിന്റെ പാഠ്യപൂർണമായ ഉറുദു ജീവചരിത്രമായ ദയാനന്ദ് ആനന്ദ് സാഗർ എഴുതുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഈ ഗ്രന്ഥത്തിൽ മഹർഷി ദയാനന്ദ് ജിക്ക് സർവരെ മക്ലൂക്കാത്ത് എന്നത് അഥവാ മാനവ ശിരോമണി എന്ന വിശേഷണം ഉപയോഗിച്ചിട്ടുണ്ട്. ആര്യ സമാജവും മഹർഷിയും അത്രയധികം സ്വാധീനിച്ചു. അതിനാൽ ഇതുവരെ തന്നെ നാസ്തികൻ എന്ന് വിളിച്ചിരുന്ന ചമ്പത് റായ് ആചാര്യൻ പണ്ഡിറ്റ് ചമുപതിയായി മാറി. വൈദിക ധർമ്മത്തിന്റെ പ്രചാരണത്തിനായി തന്നെ സമർപ്പിക്കാൻ പുറപ്പെട്ടു. ആ ദിവസങ്ങളിൽ മുൽത്താനിൽ ഒരു ഗുരുകുലം ഉണ്ടായിരുന്നു. അവർ മുൽത്താനിലെ ഗുരുകുലിന്റെ മുഖ്യാധ്യക്ഷനായി. ആ ഗുരുകുലം നടത്തുന്നതിൽ അവർക്ക് വലിയ വിജയം ലഭിച്ചു. അത്രയേറെ അധികാലത്തെ ആര്യ സമാജ നേതാക്കൾക്ക് വിദ്യാഭ്യാസം, ശാസ്ത്രി, ചരിത്രകാരൻ, സ്വാതന്ത്ര്യ സമര സേനാനി, മഹാനായ വക്താവ് ആചാര്യ രാമദേവ് ജിയും അവരുടെ ഗുണങ്ങളെക്കുറിച്ച് ആകർഷിതരായി അവരെ ലാഹോറിലേക്ക് കൊണ്ടുവന്നു. ദയാനന്ദ സേവാ സദനിന്റെ ആയുഷ്കാല അംഗത്വം സ്വീകരിക്കാൻ തയ്യാറാക്കി. അനേകം വർഷങ്ങളോളം പണ്ഡിറ്റ് ജി ലാഹോറിൽ താമസിച്ച് വൈദിക മാഗസിനും ഹിന്ദി പത്രമായ ആര്യയും എഡിറ്റ് ചെയ്തു. വക്താവായും എഴുത്തുകാരനായും അദ്ദേഹത്തിന് വലിയ പ്രശസ്തി ലഭിച്ചു. അദ്ദേഹത്തിന്റെ നിഷ്ഠയുടെ സ്വാധീനത്തിൽ ഈ പത്രങ്ങൾ അപൂർവ വിജയങ്ങൾ നേടി. വിഭജിക്കപ്പെടാത്ത പഞ്ചാബ് ഉൾപ്പെടെ രാജ്യത്താകമാനം ഈ 2 പത്രങ്ങളും ജനപ്രിയമായി. ഇതേ കാലഘട്ടത്തിലാണ് അദ്ദേഹം റംഗീല റസൂൽ എഴുതിയതും ഹിന്ദുമതത്തിനെതിരെ ഷഡ്യന്ത്രം നടത്തുകയായിരുന്ന പ്രത്യേക സമുദായത്തിന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഇനി മുതൽ ഹിന്ദു മഹാപുരുഷന്മാരെ കുറിച്ച് ആരെങ്കിലും പുസ്തകം എഴുതിയാൽ അതിന് ഇതുപോലെയുള്ള മറുപടിയാകും. എന്നാൽ ആ ദിവസങ്ങളിൽ ദക്ഷിണാഫ്രിക്കയിൽ ആര്യ സമാജം ഹിന്ദുക്കളെ ഉണർത്തുന്ന പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നു. അവിടെ പണ്ഡിതന്മാരുടെ ആവശ്യം ഉണ്ടായിരുന്നതിനാൽ ആര്യ പ്രതിനിധി സഭ പഞ്ചാബിന്റെ ഭാഗത്തു നിന്ന് 1925 നിങ്ങൾ വൈദിക മതവും സംസ്കാരവും പ്രചരിപ്പിക്കാൻ ആഫ്രിക്കയിലേക്ക് പോയി. ഈ യാത്രയുടെ സമയത്ത് ഒരു സംഭവമുണ്ട്. പുരാണ പണ്ഡിതനായ പണ്ഡിറ്റ് മാധവാചാര്യർ ചമുപതിജിയെ ശാസ്ത്രാർത്ഥത്തിന് ക്ഷണിച്ചിരുന്നു. അവിടെ പണ്ഡിറ്റ് ചമുപതിജിയെ അപമാനിക്കുകയും തന്റെ ശിഷ്യന്മാരിൽ സ്വാധീനം സ്ഥാപിക്കുകയും ചെയ്യാനായിരുന്നു അവരുടെ ഉദ്ദേശം. എന്നാൽ ശാസ്ത്രാർത്ഥത്തിനിടയിൽ ഒരു സന്ദർഭത്തിൽ പണ്ഡിറ്റ് ചമുപതിജി വിനയപൂർവം പണ്ഡിറ്റ് മാധവാചാര്യരുടെ ഭാര്യയെ തന്റെ മകൾ എന്ന് പറഞ്ഞു. അപ്പൊ പണ്ഡിറ്റ് മാധവാചാര്യരും അവരുടെ മുന്നിൽ വിനയത്തോടെ തലവാഴ്ത്തി. അതേ സമയത്താണ് രാജ്യത്തൊരു വലിയ സംഭവം നടന്നത്. ശുദ്ധി ആന്തോളനത്തിൽ ഭയപ്പെട്ട മതവിഭാഗങ്ങള് ഡൽഹിയിലെ സ്വാമി ശ്രദ്ധാനന്ദജിയെ കൊലപ്പെടുത്തി. അതിനുശേഷം ആര്യന്മാരുടെ ഒരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനമായ ഗുരുകുല കാണ്ടിക്ക് ഒരു അധ്യക്ഷൻ ആവശ്യമുണ്ടായി. അപ്പോ 126 മുതൽ തുടർന്ന 8 വർഷത്തേക്ക് നിങ്ങൾ ഗുരുകുല കാണ്ടിയിലെ ഉപാധ്യക്ഷൻ, അധിഷ്ഠാതാവ്, ആചാര്യൻ തുടങ്ങിയ പദവികൾ അലങ്കരിച്ചു. ഒരു പ്രാവശ്യം പണ്ഡിറ്റ് ചാമുപതി വൈദിക സാധന ആശ്രമം തപോവനിൽ ദേഹ്റാദൂണിൽ എത്തിയപ്പോ തപോവനിന് സമീപമുള്ളൊരു തടാകത്തില് ഒരു ഹിന്ദുവിന് മീൻ പിടിക്കുന്നതായി കണ്ടു. അപ്പോൾ അദ്ദേഹം അവനെ ഇസ്ലാമിക ഹിന്ദു എന്നും വിളിച്ചിരുന്നു. അഹിംസയുടെയും ശാകാഹാരത്തിന്റെയും വലിയ പിന്തുണയാളായിരുന്നു അദ്ദേഹം. വൈദിക സംസ്കാരത്തിനായി സമർപ്പിതമായ അസാധാരണ വ്യക്തിയായിരുന്നു ചമുപതിജി.
ക്രിസ്തുമതം, ഇസ്ലാം, ആര്യ സിദ്ധാന്തങ്ങൾ എന്നിവയിൽ അദ്ദേഹത്തിന് ഗൗരവമായ അറിവുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ തർക്കങ്ങൾ തർക്കിക്കാൻ കഴിയാത്തവയായിരുന്നു. അദ്ദേഹത്തിന്റെ എഴുത്ത് തന്നെ ഒരു വാളുപോലെ പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ എഴുതിയ പുസ്തകങ്ങൾ ഇന്നും കല്ലിൽ വരച്ച രേഖ പോലെ നിലനിൽക്കുന്നു. ഇവയില് സോമസരോവര, ജീവൻ ജ്യോതി, യോഗേശ്വർ കൃഷ്ണ, രംഗീല റസൂൽ, ഉർദു, ദയാനന്ദ്, ആനന്ദ് സാഗർ, മർസിയ, എ ഗോഖലെ, ജവാഹർ, എ ജാവേദ്, ചൗധരിയുടെ ചന്ദ്രൻ, മസഹബിന്റെ ലക്ഷ്യം, മഹാത്മാഗാന്ധി ആൻഡ് ആര്യ സമാജ്, യജുർവേദം വിവർത്തനം എന്നിവ ഉൾപ്പെടുന്നു. ഗ്ലിംസസ് ഓഫ് ദയാനന്ദ് പോലുള്ള എത്രയോ ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചു. 7 ഭാഷകളിലെ പണ്ഡിതനായിരുന്നു. 4 ഭാഷകളില് പണ്ഡിറ്റ്ജി എഴുതിയിരുന്നു. അവരുടെ ജ്ഞാനപ്രസൂതമായ ഇരുമ്പ് പേനയില് വലിയ എഴുത്തുകാരും എഡിറ്റർമാരും അത്ഭുതപ്പെട്ടു. എന്നാൽ ജീവിതം ദൈർഘ്യമുള്ളതായിരുന്നില്ല. അവര് പറഞ്ഞ ചില വാക്കുകൾ ഇന്നും അമരമാണ്. അവർ പറഞ്ഞിരുന്നു, ഇന്ന് ഇന്ത്യയിൽ മാത്രമല്ല എല്ലാ മത, സാമൂഹ്യ, രാഷ്ട്രീയ ലോകത്തും ദയാനന്ദജിയുടെ സ്വാധീനം നിലനിൽക്കുന്നു. മതപ്രചാരകർ അവരുടെ നിലപാടുകൾ മാറ്റിയിട്ടുണ്ട്. മതഗ്രന്ഥങ്ങളുടെ അർത്ഥങ്ങൾ പുനഃപരിശോധിച്ചിട്ടുണ്ട്. മഹാപുരുഷന്മാരുടെ ജീവിത ചരിത്രങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. മഹർഷിജിയുടെ ജീവിതം ഈ ജീവിത ചരിത്രങ്ങളിൽ സംസാരിക്കുന്നു. ഋഷിമാര് മരിക്കുന്നില്ല, അവരുടെ ഭാവങ്ങളായാണ് അവർ ജീവിക്കുന്നത്. ദലിതോദ്ധാരത്തിന്റെ ആത്മാവാരാണ്? പതിത പാവനനായ ദയാനന്ദ്ജി. സമൂഹ പരിഷ്കാരത്തിന്റെ ജീവശക്തി ആരാണ്? ആദർശ പരിഷ്കർത്താവായ ദയാനന്ദ്ജി. വിദ്യാഭ്യാസ പ്രചാരണത്തിന് പ്രചോദനം എവിടെ നിന്നാണ് വരുന്നത്? ഗുരുവായ ദയാനന്ദിന്റെ ആചരണത്തിൽ നിന്ന് വേദത്തിന്റെ ജയജയകാരം ആരാണ് വിളിക്കുന്നത് അമ്മേ? ഋഷി ദയാനന്ദ്ജി. മാതാവും ആദിദേവികളും സത്കരിക്കാനുള്ള വഴി ആരാണ് പഠിപ്പിക്കുന്നത്? ദേവി പൂജകൻ ദയാനന്ദ്ജി. ഗോരക്ഷയെ കുറിച്ച് എല്ലാ ജീവജാലങ്ങളിലെയും കരുണ കാണിക്കാൻ ഉത്തരവാദിത്തം ആരാണ് ഏറ്റെടുക്കുന്നത്? കരുണാനിധിയായ ദയാനന്ദ്ജി. വരൂ, നാം നമ്മളെ ഋഷി ദയാനന്ദിന്റെ നിറത്തിൽ നിറയ്ക്കാം. നമ്മുടെ ചിന്ത ഋഷിയുടെ ചിന്തയാകട്ടെ, നമ്മുടെ ആചാരം ഋഷിയുടെ ആചാരമാകട്ടെ, നമ്മുടെ പ്രചാരം ഋഷിയുടെ പ്രചാരമാകട്ടെ, നമ്മുടെ ഓരോ ശ്രമവും ഋഷിയുടെ ശ്രമമാകട്ടെ. നാരി നാരിയിൽ നിന്നുയരുന്ന ശബ്ദം മഹർഷി ദയാനന്ദ് കി ജയ്. ഈ വാക്കുകളോടൊപ്പം വൈദിക ധർമ്മത്തിനായി ജീവിതം സമർപ്പിച്ച് പ്രചാരം നടത്തുന്നതിനിടയിൽ 1937 ജൂൺ 15 44ാം വയസ്സിൽ ലാഹോറിൽ പണ്ഡിറ്റ്ജിയുടെ മരണമാണ് സംഭവിച്ചത്. പരമാർത്ഥത്തിനുള്ള മഹാനായ ഭക്തൻ പണ്ഡിറ്റ് ചമുപതിജിയെ ആര്യ സമാജം ശതശതമായി നമസ്കരിക്കുന്നു.